ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതെന്താണെന്ന് മനസ്സിലായോ? ഞാൻ വെട്ടി വിഴുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, കുറച്ച് പായസം രാവിലെ നമുക്ക് അമ്പലത്തിലെ പായസം കിട്ടിയിരുന്നു. അപ്പോൾ അത് തിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. അപ്പോൾ ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ചെറിയ കൊഞ്ച് കുറച്ച് കിട്ടിയിരുന്നല്ലോ, അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കത് എങ്ങനെ ചെറിയൊരു റോസ്റ്റ് കണക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥിരം കലാപരിപാടി തന്നെ. പാത്രം വെക്കുക, എണ്ണ ചൂടാക്കുക, കടുക് പൊട്ടിക്കുക, അത് സവാള ഇടുക. നമുക്കിവിടെ സവാളയാണ് കൂടുതൽ കിട്ടുന്നത്. കൊച്ചുള്ളി കിട്ടാൻ വലിയ പാടാണ്. അപ്പോൾ എപ്പോഴും കൂടുതൽ സവാള തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴറ്റി വന്നതിന് ശേഷമാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. പിന്നെ അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിടുമ്പോഴത്തേനും ഞാൻ കുറച്ച് തക്കാളിക്ക, അതായത് ഒരു 1.5 തക്കാളിക്ക് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് അവിടെ കിടന്നു നല്ല വഴറ്റി നല്ല എണ്ണയൊക്കെ തെളിയുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത്രയും ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പിന്നെ അവിടെ ഞാൻ 2 പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അണ്ണൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര പച്ചമുളകിൻ്റെ ടേസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 പച്ചമുളക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ലാസ്റ്റ് ചേർക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് ഫസ്റ്റ് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമ്മുടെ എന്താ പരിപാടി, ഇത് തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക്. എപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിൻ്റെ ക്വാണ്ടിറ്റിയും ചിലതിനകത്ത് വേണ്ടാത്തത് ചേർക്കാതെയും ഒക്കെ ആകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് പലതാകുന്നത്. നമ്മുടെ കയ്യിൽ നിൽക്കാത്തത് ആ സാധനമാണല്ലോ. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത്, കുരുമുളക് പൊടി എനിക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടിക്കണേ. അതങ്ങനെ വഴണ്ടി വരുമ്പോഴത്തേന് നമ്മൾ കഴുകി, ഞാൻ വെള്ളം വാരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരുന്നത് അരിപ്പയ്ക്കകത്ത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. നന്നായിട്ട് ഇളക്കി പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ മുകളിൽ വിതറുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നോക്കുക. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മൾ റോസ്റ്റ് പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവില്ല, അങ്ങനെ ജസ്റ്റ് ഒരു ഡ്രൈ പോർഷൻ അങ്ങനെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് അടച്ചും തുറന്നും ഒക്കെ ഇളക്കി ചെയ്യുക. പിന്നെ ഇടയ്ക്കൂടെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടാൻ എടുക്കുകയാണ്. കാരണം തന്നെ നമ്മുടെ ആദ്യം ഈ കൊഞ്ചൊന്നും കഴിക്കാറില്ല. അവനതൊക്കെ കഴിക്കുമ്പോൾ അവന് അലർജിയുടെ പ്രോബ്ലം ഉണ്ടെന്ന് കേട്ടോ, അവനൊന്നും കഴിക്കാറില്ല. അപ്പോൾ അവന് വേണ്ടിയിട്ട് അങ്ങനെ ഉരുളൻകിഴങ്ങ് മെഴുക്കുവരട്ടുകയാണ്.